भैया ये गंजा है। ओ माउंटेन का नाम Pistel. पिस्टल। Yeah. ओ माछु पुचेरी नहीं है। English name is Pistel. हाँ Nepali name is Macha Puchre. ओके 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 Macha राइट। Puchre. Macha means Pistel. पिस्टल। Yeah. And small to Gangapurna. गंगापूर्णा। Ganga Jamuna. हाँ हाँ Yumtali. ओके ठीक है ठीक है ठीक है। And Annapurna. हाँ ये बड़ा वाला। Big one is Annapurna. हाँ Annapurna base camp is behind this mountain. നമസ്തേ ഗൈസ്. ഇന്നലെ ഇവിടെ ആയിട്ട് ടെന്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നേരെ കാണുന്ന ആ ഒരു മൗണ്ടൻ നമ്മുടെ മാച്ചുപിച്ചേരി മൗണ്ടൻ കേട്ടോ. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ടെന്റ് അടിച്ചിട്ടിരുന്നത്. അപ്പം അന്നപൂർണ്ണ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പെർമിറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ടൂറിസം ബോർഡ് ഓപ്പൺ ആകുമ്പോഴത്തേക്കിന് 10 മണി ഏകദേശം 10 മണിയാവും. അപ്പം അതുവരെ ഇന്നലെ ഒരു 4 മണി ആയപ്പോഴത്തേക്കിന് ഇവിടെ വന്ന് ടെന്റ് അടിച്ചതാ. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ചെറുതായിട്ടൊരു ഈ സൂര്യന്റെ വെട്ടം അങ്ങോട്ട് അടിച്ചിട്ട് ചെറുതായിട്ടൊരു ഇത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ ആ ഒരു സൂര്യന്റെ വെട്ടം അടിക്കുമ്പോഴത്തേക്കിനുള്ള ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങാതിരിക്കുമായിരുന്നു. ഇപ്പോൾ ഉള്ള ഉറക്കം കൂടെ പോയി. ഇപ്പൊ ഇവിടെ ടൂറിസം ബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. പോയിട്ട് രണ്ട് പെർമിറ്റ് എടുക്കാനുണ്ട്. പെർമിറ്റ് എടുക്കണം. പിന്നെ ഗാന്ത്രോക്ക് വില്ലേജ് വരെ വണ്ടി കിട്ടും. നമുക്ക് വണ്ടി ഇവിടുന്ന് ചൂസ് ചെയ്തിട്ട് വണ്ടിക്ക് പോകാം. അവിടുന്ന് വേണം നമുക്ക് ട്രക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഗാന്ത്രോക്ക് വില്ലേജിൽ നിന്ന് വേണം ട്രക്ക് ചെയ്യാം. അങ്ങനെ ടെന്റ് അടിച്ചെടുത്തുനിന്ന് നേരെ നടന്ന് ആ വളവിൻ്റെ അവിടെയാണ് നമ്മുടെ ടൂറിസം ഓഫീസ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയിട്ടുണ്ട്. നേപ്പാൾ ടൂറിസം ബോർഡ് ഇവിടെ കേട്ടോ. ഇവിടുന്ന് 2 പെർമിറ്റ് എടുക്കണം. ഫോട്ടോ വേണമെന്ന് എനിക്കറിയത്തില്ല. 2 ഫോട്ടോ ആവശ്യമുണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തിരക്കിയപ്പോൾ ഫോട്ടോയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ്. എന്തായാലും നോക്കാം. ഫോട്ടോയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ നിന്ന് എടുക്കാം. ഇതാണ് ഇമിഗ്രേഷൻ ഓഫീസ്. എൻട്രി പെർമിറ്റ് ഇതാ. പണി കിട്ടി. ഫോട്ടോ വേണമെന്ന് പറഞ്ഞേട്ടോ. എനിക്കറിയായിരുന്നു. പക്ഷേ ചില ആൾക്കാരോട് ഞാൻ ചോദിച്ച്, കുറച്ച് ആൾക്കാരോട് ഞാൻ ചോദിച്ചു ഫോട്ടോ വേണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോ വേണ്ടെന്ന്. കുറച്ച് ആൾക്കാർ പറഞ്ഞു ഫോട്ടോ വേണമെന്ന്. പിന്നെ ഇല്ലെങ്കിൽ ഇതേ ഇവിടെ നിന്ന് അടുത്ത് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് എടുക്കാമെന്ന് ഓർത്ത്. हरिचौक इधर से कितना दूर? 50 रुपये सिटी बस. You come here when final make this permit? हाँ permit. Come here outside. Yes. And a little bit I guide you. हाँ. You go there Harichok. And your what means आपका मर्जी. हाँ. इंग्लिश में बताओ तो आपका मर्जी का. आपका मर्जी का मतलब? Your choice. Your choice. हाँ my choice. Your choice. You take Gandruk. Gandruk और नया पुल. Gandruk चाहिए. Your choice. हाँ. अभी डायरेक्ट गाड़ी चाहिए गांधरुक से. गांधरुक से तो वो जाने का है ना बेस कैंप. ट्रकिंग चाहिए अन्नपूर्णा. हाँ बेस कैंप. हाँ पहले ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് പെർമിറ്റ് എടുക്കണം. ഞാനിപ്പം എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കണം. എൻ്റെ ഇപ്പം ഇത് സെയിം തന്നെ ഒരു 4 ജോഡിയുണ്ട് എൻ്റെ കയ്യിൽ. സെയിം ഫുൾ ബ്ലാക്ക് തന്നെ. പക്ഷെ ഇത് ഉണങ്ങാനാണ് കേട്ടോ. ഇവിടെ വെയിലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നേരെ അലക്കിയിട്ട് ബാഗിൻ്റെ പുറകിലാണല്ലോ എടുത്ത് തിരിച്ചിട്ടിട്ട് നടന്നാൽ മതി. അപ്പോൾ കുഴപ്പമില്ല, ഉണങ്ങിക്കോളും. ഫോട്ടോ എടുത്തിട്ടുണ്ട്. പെർമിറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്.
ഇനിയിപ്പം ഗാന്ധ്രൂക്ക് വില്ലേജിലേക്ക് ഗാഡി വല്ലതും കിട്ടുമോ നോക്കണം. ഫസ്റ്റ് ഫോട്ടോ എടുത്താൽ കടയിലെ പുള്ളി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ജസ്റ്റ് അതൊന്ന് എങ്ങനെയാണെന്ന് ചോദിക്കണം പോയിട്ട്. छोटा गाड़ी टैक्सी है, टैक्सी है बस बस ബസ്. ഓക്കെ. പുള്ളി പറഞ്ഞ ഇവിടെ നിന്നാൽ മതി, ബസ് വരുമെന്നാ. ഡയറക്റ്റ് ഗാന്ധ്രൂക്ക്. हरी चौक, not direct Gandruk. हरी चौक उधर टू दूसरा बस. दूसरा बस हाँ और जीप इधर खड़ा हो जाओ, इधर ओके. വച്ചാൻ പറഞ്ഞോട്ടെ ഇവിടെ നിന്നാൽ മതി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് വരും, അതിന് കയറിയിട്ട് ഹരി ചൗക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങുക. അവിടുന്ന് മറ്റേ ജീപ്പുണ്ട്, ഷെയറിങ് ജീപ്പ് കിട്ടും. ഒരു ബസ് ഉണ്ട്. ഭയ്യാ ഗ്രീൻ ബസ് हरी चौक में वो बस है. नो नो ओके ओके. ചില ആൾക്കാരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ ഡൽഹിയിലൊക്കെ ചെന്ന് ഇതേപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർ മൈൻഡ് ആക്കത്തില്ല, ചിലവർ മിണ്ടായിരിക്കും. പുള്ളിയുടെ കടയുടെ അകത്തുനിന്ന് പുറത്തിറങ്ങി വന്നിട്ട് ബസ് വരുന്നുണ്ടോ നോക്കുന്നത്. ആദ്യം ഞാൻ കാശ്മീർ പോയി, വാരണാസി പോയി, ചണ്ഡീഗഡ്, അവിടെ ഒന്നും ഇതേപോലെ കണ്ടിട്ടില്ല കേട്ടോ. നേപ്പാൾ ഡിഫറൻ്റ് ആണ് എല്ലാ സ്ഥലത്തിനേക്കാളും കുറച്ചുകൂടെ. അങ്ങൊരു മല കാണാൻ പറ്റുന്നുണ്ട്. അതെ, വണ്ടി കിട്ടി. ഇപ്പം നേരെ ഹരി ചൗക്ക്, അവിടുന്ന് വേറെ വണ്ടി എടുക്കണം. അതിന് എന്തോ ഇവിടുത്തെ പെട്രോൾ പമ്പ് ആട്ടോ ഇത്. ഒരു കടയുടെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ഇവിടെ ടാക്സി ഉണ്ട്. 6000 രൂപ ഒരു ടാക്സി അല്ല, ജീപ്പിന് 6000 രൂപ. മറ്റേ 6000 നേപ്പാളി. അതിനകത്ത് 7 to 8 പേര് കയറും. 8 പേര് കയറുന്നവരെ നമ്മളിവിടെ നോക്കി നിൽക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ ഇവന്മാർ ഇപ്പം 4 പേര് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. നമ്മളടുത്ത് പറഞ്ഞ് ഒരാൾ 1700 വെച്ചാണെങ്കിൽ പരിപാടി നടക്കുമെന്ന്. പക്ഷേ ഇവിടെ കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഇവിടെ ബസ് വരും. ഇപ്പോൾ 12:30 ആയി, 1 മണിയാകുമ്പോൾ ഇവിടെ ബസ് വരും. അതിന് കയറി കഴിഞ്ഞാൽ ഒരാൾക്ക് 450 എന്തോ ആവത്തുള്ളൂ ഗാന്ധ്രൂക്ക് വില്ലേജ് വരെ. അയ്യോ, ഗാന്ധ്രൂക്ക് വില്ലേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ്, ഇവിടെ നമ്മുടെ പെർമിറ്റ് ഇവിടെ കാണിക്കണം. നമ്മുടെ 2 പേരുടെയും പെർമിറ്റ് ഇവിടെ ചെക്ക് പോസ്റ്റിൽ കൊടുത്ത് ഇത് താഴെ ഉണ്ടായിരുന്നത് അവർ കീറിയെടുത്ത്. ഇവിടെ താഴെ ഒരു കിടിലൻ ചെറിയൊരു നദി ഒഴുകുന്നുണ്ട്. നല്ല വെയിലുണ്ട്. This is Matan and Riyas. നമ്മൾക്കറിയാം ഇവിടെ വരെ വന്നിട്ട്. അപ്പോൾ അമ്മയുടെ കാര്യം പറയണോ? माता इधर देखो. എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടോ വണ്ടിയിൽ? സൗണ്ട് നിർത്തി. അയ്യോ ഗൈസ്, ഇവിടെ എത്തി കേട്ടോ. അല്ല, ഇവിടെ എത്തിയിട്ടില്ല. വന്ന വഴി വണ്ടിക്ക് ചെറിയ പണി കിട്ടി. വണ്ടിയുടെ ഭയങ്കര സൗണ്ട്. ഒരെണ്ണമായിട്ട് നേരെ നിൽക്കുന്ന മാച്ചുപ്പിച്ചേരി മൗണ്ടൻ, അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് അന്നപൂർണ സൗത്ത്. ഇത് വണ്ടിയിൽ നിന്ന് ഭയങ്കര സൗണ്ട് കേട്ടിട്ട് ആളിവിടെ നിർത്തിയതാണ്.
താഴെ ഇരുന്ന് നോക്കുന്നൊക്കെ ഉണ്ട് എന്താ പ്രശ്നമെന്ന്. സത്യം പറഞ്ഞാൽ ഈ മച്ചാൻ ആളെ പറ്റിച്ചാട്ടോ. വണ്ടിക്ക് പ്രശ്നമായിട്ടൊന്നുമില്ല. അയ്യോ മൊത്തം പൊടിയായിട്ടാണ്. ആ സിഗരറ്റ് വലിക്കാൻ നിർത്തിയതല്ലേ, എന്നിട്ട് ജൽദി ആവോന്ന്. വണ്ടിക്ക് കംപ്ലൈന്റ് ആന്ന് പറഞ്ഞ നിർത്തിയതാ. സിഗരറ്റ് വലിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിർത്തിയതാ സത്യം പറഞ്ഞ. ഈ രണ്ടുപേരും ഈരാറ്റുപേട്ടെന്നുള്ള കേട്ടോ. ഒരു കിടിലൻ വാട്ടർ ക്രോസ് വന്നിട്ടുണ്ട് ഇവിടെ. ഇനിയും കാണും ചിലപ്പോ. ഇവന്മാര് നടക്കുവാണ് താഴെ നിന്ന്. ഇവിടുന്ന് ഇവിടം വരെ വണ്ടി വരത്തുള്ളൂ. ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററാണ്. പക്ഷെ മാപ്പിൽ നോക്കുമ്പോൾ 5 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അവർ ഇപ്പം ഈ വഴി കയറിപ്പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞേ. ഇവിടുന്ന് ഫുൾ ട്രക്കിംഗ് ആട്ടോ. അപ്പം ഇവിടുന്ന് നേരെ നോക്കുമ്പം അന്നപൂർണ സൗത്തും മാച്ചുപുച്ചേരി മൗണ്ടൻ രണ്ടിൻ്റെയും വ്യൂ ഉണ്ട് ഇവിടുന്ന്. രണ്ടുപേരും നമ്മളവിടെ കൂടി കേട്ടോ. 2 ഈരാറ്റുപേട്ട. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ താഴെ നിന്ന് പോർട്ടർ ഒക്കെ ഉണ്ട്. നമ്മുടെ ബാഗൊക്കെ അവർ തൂക്കി മേളിൽ കൊണ്ട് തരും. അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആവും. പക്ഷെ എനിക്കത് വേണ്ട. എൻ്റെ ബാഗ് എടുക്കാൻ എനിക്കറിയാം. ഇത് ഫുൾ ട്രക്കിങ്. ഇനി ആ ഒരു സ്റ്റെപ്പാണ് ഇത് കുറച്ച് കുറച്ച് ടാസ്ക് ആട്ടോ ഇവിടുന്ന് കയറാൻ. ഇവിടുന്ന് ഫുള്ളും മേലെ പൊക്കത്തോട്ട് സ്റ്റെപ്പാ. അമ്മേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് എനിക്ക് കയറാൻ പിന്നെയും ഒരു പവർ കിട്ടുന്നത്. ഇവിടെ നേരെ നടന്നു കയറും കേട്ടോ. എത്തി. വെൽക്കം ടു അവർ ബ്യൂട്ടിഫുൾ വില്ലേജ് കാന്ത്രൂക്ക് വില്ലേജ് എത്തി. ഓ അന്നപൂർണ കാണാൻ പറ്റി. ആ കാണുന്ന അന്നപൂർണ സൗത്ത്. അത് കാസിം ഭായി പോയോ? ചെറിയ പുള്ളിയല്ല. കുറച്ചു നേരം അടുത്തപ്പോൾ അവിടെ ഇരുന്ന് അമ്മേ പിന്നെ നടക്കാൻ തുടങ്ങി അതേപോലെ തന്നെ. അങ്ങ് അവിടുന്ന് ഒരു വലിയ കയറ്റം വരുന്നുണ്ട്. 5-5:30 ആ ടൈം ആകുമ്പോഴത്തേക്കിന് ഈ സൂര്യൻ നടന്നു വരുമ്പോൾ ആ മൗണ്ടൻ ഫുള്ളും വേറൊരു കളറാവും. അതിന് മുമ്പ് അവിടെ എത്തണം.
പക്ഷേ ഇത്ര വെയിറ്റ് ഉള്ളതുകൊണ്ട് പയ്യെ കയറുന്നത്, അല്ലെങ്കിൽ കുറച്ച് ടാസ്ക് ഇത്രയും വെയിറ്റും കൊണ്ട് കയറാനായിട്ട്. ഓക്കെ, गुरु कॉटेज होने के लिए मेरे को ऊपर गया ना, ऊपर बेटा कर रहा, आप दोनों जाने के बोल रहा. हाँ, वेट कर रहा है वो. हाँ हाँ, ഓക്കെ ഓക്കെ. ഗുരു കോട്ടേജ് മേളിൽ ചെല്ലണം. ഞാൻ ഓർത്ത് ഇതുവഴിയാണ്, ഈ നേരെ നടക്കുന്ന വഴി. പക്ഷേ മേളിലോട്ട് പോകണം. ശേ, ഇത് കണ്ടിട്ട് കയറാൻ ഇതേ ഇങ്ങനെ കുത്തനെ നടക്കുക. ഇവിടുന്ന് ഇവിടെ വരെ ഞാൻ ജസ്റ്റ് സ്റ്റെപ്പ് എണ്ണിക്കൊണ്ടാണ് കയറിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് വലിയ ഇതറിഞ്ഞില്ല. ഇത് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. നോ ലൗഡ് മ്യൂസിക്, നോ ഹണ്ടിങ്, ഡു നോട്ട്. ആ റോഡ് ഇങ്ങോട്ടാട്ടോ പോണ്ടേ. മടുക്കാതിരിക്കാൻ വേണ്ടി സ്റ്റെപ്പ് എണ്ണി ഇങ്ങനെ കയറുക. ഇത് 78, 79, 80. ओ दो आज मेरी किधर गया? हाँ, അയ്യോ എണ്ണീന്ന് മറന്നുപോയി. അപ്പോൾ ഈ കയറി വരുന്നവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇത് ഡെയിലി ചെയ്ത് പോർട്ടറാണ്. ഇവിടെ ആ ഒരു വീട്, ആ ഒരു അറ്റത്തിരി കാണാൻ എന്നെ രസം. पोर्टर है क्या? ओ पोर्टर वर्क. हाँ, ये लोकल ये दारू. हाँ ओके, दारू है. हाँ हाँ ओके ओके तो ये गैस वजन slowly ഓക്കെ. हो जाता है. ആ, അതിനകത്ത് മൊത്തം കുപ്പി കേട്ടോ. തലേന്ന് മദ്യം വെള്ളമെത്തിച്ചു കൊടുക്കുന്ന പരിപാടി. ഇവരൊക്കെ വയ്യാഞ്ഞിട്ട് കിടക്കുന്ന അവിടെ. അവർ ലഗേജ് പോലും ഇല്ലാണ്ട് വന്നിട്ട് ഭയങ്കര കിതപ്പ്. ഞങ്ങൾ ഇത്രയും ലഗേജും ബുക്കിക്കൊണ്ട് വന്നിട്ട് തന്നെ ഇവിടം വരെ കയറി. ബൈ. ചത്തു കുത്തിയിരിക്കും ഇവിടെ വന്ന്. എൻ്റെ അമ്മ കേട്ടോ. ഇവിടെ കയറി വന്നപ്പോൾ പിന്നെ വ്യൂ ഇവിടുത്തെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഫുൾ ചെടികളാണ്. ടിബറ്റൻ ഫ്ലാഗ്. വീഡിയോ എടുക്കാൻ നിൽക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ആ ഒരു മൂടിലും കയറി പോകണമെങ്കിൽ പോയേനെ. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവിടുത്തെ മരത്തിലൊക്കെ എന്തൊക്കെയോ കിടപ്പുണ്ട്. എന്തോ സാധനം അറിയത്തില്ല. ട്രാവലിങ്. ഞാനിപ്പം ഗാന്ധറോക്ക് വില്ലേജ് വന്ന ഒരു എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ എന്തോ ഒരു വീടോ കോട്ടേജോ എന്തോ സംഭവം അങ്ങോട്ട് ചുമ്മാ ജസ്റ്റ് നടന്ന് കയറിയതാ. ഇവിടെ ഞാൻ ഒരു വ്യൂ കിട്ടി എനിക്ക്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് നബൂർണ സൗത്ത് കറക്റ്റ് എനിക്കറിയത്തില്ല കേട്ടോ. താഴെ നിന്ന് കിട്ടിയ അറിവ് അതൊക്കെ. ഇത് മാച്ചുപിച്ചേരി. ഓ മൗണ്ടൻ കാനാം पिस्टल. Yeah. Oh, Machupucheri nahi hai. Name is Pistel. हाँ. Nepali name is Machapuchre. Okay. Right. Machapuchre. Macha means Pistel. Pistel. Yeah. And small to Gangapurna. Gangapurna. Ganga Jamuna. हाँ. बोलते हैं. हाँ. Usually. Okay. ठीक है. And Annapurna is हाँ. ये बड़ा वाला. big one is Annapurna. हाँ. Annapurna base camp is behind this mountain. Behind this mountain. Yeah. इधर से कितना दूर? When the हिचहाइकिंग वॉकिंग करने के लिए. taking हाँ. 3 days.
3 day. Yeah, slowly 3 days. ठीक है. Okay. Okay. I don't know English name. English. Name I don't know. Nepali name is Karkala. 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 Okay. And Gurung, proper Gurung Bhasha is Gaba. ഇവിടെ ഫുള്ള് കൃഷിയാട്ടോ. ഇവിടെ എന്തൊക്കെയോ നിൽപ്പുണ്ട്. എന്തായാലും വെറുത്തായി ഇങ്ങോട്ട് കയറിയത്. ഇവിടെ വേറെന്തോ പിന്നെ ഇവിടെ ഓടോ ഷീറ്റോ അങ്ങനത്തെ സാധനമൊന്നുമില്ല. ഫുള്ള് കല്ല. പിന്നെ മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത്. എനിക്കാണ് ഇവിടെ തിരിച്ച് പോകാനും തോന്നില്ല. എൻ്റെ കൂടെ വന്ന് ബായി അവിടെ ഇരിക്കുക. എനിക്കിവിടെ തിരിച്ചു പോകാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. ആ കാണുന്ന മൗണ്ടനിൽ ഇവിടുന്ന് സൂര്യൻ്റെ ആ വെട്ടം അടിക്കുമ്പം ആ മൗണ്ടൻ്റെ നിഴൽ, ആ മാച്ചുപ്പുച്ചേരി മൗണ്ടൻ്റെ നിഴൽ അവിടെ അടിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് കറക്റ്റായിട്ട്. अन्नपूर्णा बेस कैंप नीचे behind the mountain. हाँ ठीक है. When you, if you want to go narrow side around this behind the mountain. Okay. ഉണ്ടോ സാധനം? വേറൊരു സാധനം കൂടെ ഞാൻ കണ്ടു കേട്ടോ ഇവിടെ, കാണിച്ചു തരാം. भैया ये गंजा है भाई. പുള്ളി ഭായിന്ന് വിളിച്ച് തെറി കേൾക്കും, ചെവി കേൾക്കത്തില്ല. ब्रो ये गंजा है. दोस्तों ये है गांजे का पेड़. आपने कभी देखा नहीं होगा तो देख लो, मैं भी पहली बार ही देख रहा हूँ. ये गंजा है. हाँ? ये गांजे का पेड़ है. सही है. Ah, we call ganja. गांजा. Nepali people call गांजा. इधर लीगल. yeah. लीगल. ഇവിടെ ഇതൊക്കെ ലീഗലാട്ടോ. Before non legal. ആ Now legal. Now No problem. Before one. ഞാൻ ഇവിടെ അങ്ങ് സെറ്റിലായല്ലോ എന്നാലോചിക്കുന്നു. एक रूम का, एक रूम का एक नाइट का. I don't know. You are. ഇവിടെ റൂമുണ്ട്. അപ്പം റൂമല്ല, ഇവിടെ ജസ്റ്റ് 1000 ഉള്ളൂ കേട്ടോ ഈ റൂമിന്. ഇനിയിപ്പോൾ അധികം ഇതുവഴി തപ്പി നടക്കുന്നില്ല റൂമൊന്നും. ഇവിടെ റൂമുണ്ട്, ഇത് എടുക്കുക. ഇന്ന് രാത്രി ഇവിടെ കിടക്കുക. രാവിലെ ട്രക്ക് ചെയ്യാമെന്ന് ഓർത്താ, പക്ഷേ ബാഗിനകത്ത് ട്രക്കിങ്ങിന് ആവശ്യമില്ലാത്തതും കുറച്ച് സാധനങ്ങളുണ്ട്. കുറച്ച് ഡ്രസ്സും കൂടുതലുണ്ട്. അതെല്ലാം ഇവിടെയൊക്കെ വെച്ച് കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ട്. അതുമല്ല നാളെ ഇവിടെ എല്ലാം സെറ്റാക്കി ഇവിടെ വെച്ചിട്ടിട്ട് നാളത്തെ കഴിഞ്ഞ് അന്നപൂർണ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്താ. ഇവർ പറയും 3 ദിവസം കൊണ്ട് അന്നപൂർണ ട്രക്കിങ് കംപ്ലീറ്റ് ആക്കാമെന്ന്. പക്ഷേ അത് ഇവർക്ക് പറ്റും, നമുക്ക് ഇച്ചിരി ടാസ്ക്കാണ്. കാരണം ഈ വെയിറ്റും ഇട്ട് ഇതുപോലെ സ്റ്റെപ്പായിരിക്കും. ഇപ്പം ഇങ്ങോട്ട് വന്ന വഴി തന്നെ മൊത്തം സ്റ്റെപ്പായിരുന്നു. ഒരു 10 സ്റ്റെപ്പ് കയറും ഇരിക്കും, പിന്നെയും 10 സ്റ്റെപ്പ് കയറും പിന്നെ ഇരിക്കും. ഇത് തന്നെ ഇവിടെ അടിച്ചു പൊളിയാണ്. റോഡ് അവിടെ ഇരുന്ന കേട്ടോ, ബാഗൊന്നും എടുത്താകത്ത് വെച്ചില്ല. ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചു നേരം ഒന്ന് കിടക്കണം. ഇത്ര നടന്നു കയറിയിട്ട് ബോഡി ഫുൾ പെയിൻ ഉണ്ട്. ഫുഡ് കഴിക്കണം കേട്ടോ, നല്ല തണുപ്പാ. 0 ഡിഗ്രി ഇപ്പം. അവിടെ ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ടേ വിറക്കി വരുന്നു കിടന്നിട്ട്. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഉറക്കമേ വരുന്നേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ കഴിച്ചിട്ട് എങ്ങനെയും കിടന്ന് ഉറങ്ങണം, അതാണ് ലക്ഷ്യം. ഫുഡ് കഴിക്കണം. ഫുഡ് എന്നാ നോക്കട്ടെ. ഇവിടെ ഇന്നത്തെ ഫുഡ് ഇതാട്ടോ, ദീദി ഉണ്ടാക്കിയിട്ടുണ്ട്. പപ്പടമൊക്കെ ഉണ്ടല്ലോ.
പ്രത്യേക സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. കഴിച്ചോ. കഴിച്ചോക്കി. എല്ലാത്തിലും ഭയങ്കര പുളിയാണ്. എന്തോ സാധനം കൊണ്ട് ഒഴിച്ചോട്ടെ ഇപ്പം, നെയ്യോ അങ്ങനെ എന്തോ സെറ്റപ്പാ. ചിക്കൻ കറി ഉണ്ട്. എന്തോ ഈ സാധനം നല്ല പുളിയാട്ടോ. കുറച്ച് ടാസ്കാരൊന്നും ഓർത്ത് കഴിക്കാനായിട്ട്. കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും. ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് ഞാൻ ഓർത്തത്. എന്നാൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും കഴിച്ചേ പറ്റത്തുള്ളൂ. നല്ല വിശപ്പുണ്ട്. അവിടെ തീയിട്ടുണ്ട്. നമ്മൾ ഡാൻസ് കളിച്ചാണ്. ഞാൻ ചോദിച്ചു ഫുഡ് എങ്ങനെയുണ്ട്, നല്ലതാണോന്ന് ചോദിച്ചു. ഫുഡ് അച്ചായ ചോദിച്ചു. അച്ചായ എന്ന് പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് നൈസായിട്ട് വയറ് ഫുള്ളായി. ഫുഡ് കഴിച്ചേ ഇതൊക്കെ ഒന്നാം പോലോ ഒന്നാം പോലോ रिकॉर्डिंग है यूट्यूब वाला। अच्छा आपका नाम बोलो। हमारा नाम हाँ दादाजी। എല്ലാവരും ഭയങ്കര ഫണ്ണാണ്. ഹായ്. I also like Nepal. Okay. Food अच्छा है, चिकन करी. हाँ. Good night. Good night also. See you. Tomorrow. See you tomorrow. Morning. अच्छा सनराइज इधर 7 AM. Tomorrow morning. हाँ. Done. ഏതാ നൈസ് പീപ്പിൾസാണ് ഇവിടുത്തെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ. ഫ്ലാസ്കിനകത്ത് വെള്ളമൊക്കെ നിറച്ച് നല്ല ചൂട് വെള്ളം, ഇല്ലെങ്കിൽ പണി കിട്ടും. രാത്രിയാകുമ്പം വെള്ളമൊന്നും കിട്ടത്തില്ല. താഴത്തെ വെള്ളം മൊത്തം ഞാൻ തീർത്ത്. ടാങ്കിനകത്തിരിക്കുന്ന ഫുള്ള് വെള്ളം ഞാൻ തീർത്ത്. അയ്യോ, ഞാൻ കറക്റ്റാ വെള്ളം തീർന്നപ്പോഴത്തേക്കിന് അമ്മച്ചിക്ക് വെള്ളം വേണം. പിന്നെ ഞാൻ ഇതിന് കൊടുത്തു. അയ്യല്ലേ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ ഇനി എന്ത് തണുപ്പ്. 0 ഡിഗ്രി. പക്ഷേ ഇത്ര നേരം അവിടെ ഇരുന്ന് പുറത്തിരുന്ന് കഴിച്ചിട്ട് ഇപ്പോൾ ഈ തണുപ്പൊന്നും ഒന്നും അല്ലാന്ന് തോന്നുക. ഗുഡ്. ഇവിടെ തീ ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരം തീ കൊള്ളാം. അസീം ബ്രോ